പടം ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ആൾക്കാരോട് തന്നെ ചോദിക്കണം വീണ്ടും. ആറാട്ടെണ്ണൻ പറയും. ഞാൻ പഞ്ചാബിലുള്ളപ്പോ ആറാട്ടെണ്ണന്റെ ഒരു കോള്. പഞ്ചാബിലായിരുന്നു. എന്താ പറഞ്ഞു ഇവരോട് തന്നെ പറഞ്ഞു. നല്ല പടമാണ്. പിന്നെ ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല പടമാണെങ്കിലും അപ്പൊ ഓഡിയൻസ് ആരെ വരണ്ട്? നമ്മളാണ് വരണ്ട് വീണ്ടും വീണ്ടും അല്ലല്ലോ. അപ്പൊ ആളുകൾ കാണാൻ വരണമെന്ന് പറഞ്ഞു എല്ലാവരും വരണം. നല്ലൊരു മൂവിയാണ്. ഇവരോടല്ല, ഇനി വരാനുള്ളവരോട്. ഒരു മോശം നല്ല പടം ഒരിക്കലും ഫ്ലോപ്പ് ആവാറ്. നല്ല പടമാണ്. ആളുകൾ ഇപ്പൊ ഈ മഴ ഒക്കെ കാരണം മഴ ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ. ഇല്ലല്ലോ, മഴയൊക്കെ മാറിയില്ലല്ലോ. അപ്പൊ ആ തള്ളിക്കയറ്റം കൂടെ ഉണ്ടാവുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് കുറച്ച് തള്ളിക്കോ. വേണ്ടേ? തള്ളിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരും ഇങ്ങോട്ട് വരും. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, സിമ്പിൾ മൂവിയാണ്. സോ അപ്പോൾ ആ രീതിയിൽ വന്ന് കാണുക, എല്ലാവരും എൻജോയ് ചെയ്യുക. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് മൂവി കാണുക. ഓക്കെ, ലൈറ്റ് ഹാർട്ടഡ് ഒരു സിനിമയാണ്, ഫാമിലി ഓഡിയൻസ് സിനിമയാണ്. ഞാൻ പോയ തിയേറ്ററുകളിലൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. എല്ലാ ആൾക്കാർക്കും തമാശ, പ്രത്യേകിച്ച് ബാബുരാജേട്ടൻ്റെയും പിന്നെ ഷെയിൻ്റെയും ഒക്കെ കോമഡി ഭയങ്കര വർക്കാവുന്നുണ്ട് എല്ലാവർക്കും. ഫാമിലി ഓഡിയൻസ് പിന്നെ രമ്യയുടെയും അവർ രണ്ടുപേരുടെ ഒരു മുതിർന്ന ആൾക്കാരുടെ പ്രണയം സാധാരണ അങ്ങനെ പറയാം. തിയേറ്ററിലേക്ക് ആള് തള്ളി കയറുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഈ ഇടദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാ സാധാരണ. ഇനി വീക്കെൻഡ് ആവുമ്പോ ആൾക്കാർ വീണ്ടും വരും. പിന്നെ പെരുന്നാൾ നോയമ്പായിരിക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ തരണം ചെയ്ത് കാണേണ്ട ഒരു സിനിമ തന്നെയായിട്ട് കാണുന്നുണ്ട്. ഈ ഇടദിവസങ്ങളിൽ പൊതുവെ പടങ്ങൾ ആൾക്കാർ പറയും നമ്മുടെ നാട്ടിലിപ്പോ ഒരു വിചാരമുണ്ട്, OTT-യിൽ ഇറങ്ങുമ്പോൾ കാണുന്ന സിനിമയാണോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണോ? ആ ഓപ്ഷൻ നമുക്ക് തീരുവാണ്. തിയേറ്ററിൽ ഓടാത്ത സിനിമ OTT-യിൽ വരാനായി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ സിനിമ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഷെയ്നെയും മഹിമയും പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്. ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു വിവാദം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇഷ്ടമില്ലാതിരിക്കുമ്പോഴാണ് വിവാദം ഉണ്ടാവേണ്ടത് അല്ലേ? നമ്മളാണോ അത് പറയേണ്ടത്? ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവണല്ലോ. അല്ല, അങ്ങനത്തെ ഇഷ്ടം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇഷ്ടം ഉണ്ടാവേണ്ട ആളുകൾ തമ്മിൽ. അതിപ്പോ ഞാൻ പറഞ്ഞു ശരിയായില്ല. ഇപ്പൊ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെന്താ, എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടേഴ്സ് ഈ സിനിമയിൽ ഷെയ്ൻ, പിന്നെ മഹിമ, ബാബുരാജ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. എഞ്ചി പഠിക്കുന്നതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നല്ല കംഫർട്ടാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ. ഭയങ്കര കൂളാണ്. നമ്മളെയും കൂടെ സ്ലാങ് കറക്റ്റ് ചെയ്ത് അഭിനയിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര കംഫർട്ടായിട്ട് സന്തോഷമായിട്ട് വർക്ക് ചെയ്ത സിനിമയാണ്. ഓടണമെന്നാണ് വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമയും ഓടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓടും. ഇങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നത് ഞാനോ തിയേറ്ററിൽ ഇറങ്ങി ഓടാറില്ല. അന്നത്തെ എനിക്ക് അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് നിൽക്കുമ്പോൾ ചെറിയ പേടിയുണ്ടെന്നുള്ള ഒത്തിരി. ഇപ്പൊ മാറിയില്ലേ? ഇനിയിപ്പോ എത്ര ക്യാമറ വന്നാലും നമ്മൾ ഫേസ്. ബാബുരാജേട്ടൻ നന്നായിട്ട് നല്ല കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ട് പോലെ ഫീൽ ചെയ്തു. പിന്നെ എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള സിനിമയല്ലേ ഇത്? എൻജോയ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ആണ്. ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ പേരിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇത് അങ്ങനെ ധൈര്യമില്ലായ്മയൊന്നും ഇല്ല ഇതില്. ഇത് നമ്മളിപ്പോ ഒരു തീവ്രവാദിയായിട്ട് അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൊലയാളിയായിട്ട് അഭിനയിക്കുമ്പോഴോ നമ്മളതല്ലല്ലോ. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പോൾ നമ്മളത് ചെയ്യുന്നതും ധൈര്യമുള്ളൊരു പരിപാടിയായിട്ടൊന്നും പറയേണ്ടതായിട്ടൊന്നുമില്ല. ഇതിലങ്ങനെയൊന്നുമില്ല. ആക്ടേഴ്സാണ്. ആക്ടേഴ്സ് എല്ലാതും ചെയ്യും, എന്തും ചെയ്യും. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർവതി കുട്ടിക്ക് ലിറ്റിൽ ഹാർട്ട്സ് ഫസ്റ്റ് ടൈം ആണോ? അല്ലല്ല, ഫസ്റ്റ് ടൈം. പ്രാർത്ഥന തമിഴിലൊക്കെ ഭയങ്കര. താങ്ക് യു. അപ്പൊ ശരി, ബൈ ബൈ.
മൂവിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള മൂവിയാണ്. സോ ഇത് ഞങ്ങളുടെ മൂവി ആയതുകൊണ്ട് ഞാൻ മാത്രമല്ലല്ലോ ഞാനല്ലല്ലോ ഇതിനെക്കുറിച്ച് പറയണ്ടേ. അപ്പം കുറേ പേര് ഇത് കണ്ടിട്ട് ഒത്തിരി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാം റിവ്യൂസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പം എല്ലാവരും വന്ന് കാണുക. ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്, ഒരു സമാധാനം തരുന്നൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, നമ്മളെ എൻകറേജ് ചെയ്യുക. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ പറ്റിയില്ല. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എനിക്ക് ഇങ്ങനെ എല്ലാം ആണെന്ന് പറയുമ്പോൾ തന്നെ അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഇരിക്കും സിസിലി എന്നൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ആ ക്യാരക്ടർ ഞാൻ ചെയ്തത്.